ലിസബത്ത് സോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മൈലാഞ്ചി ഇല്ലാതെ എങ്ങനെ നമുക്ക് നെയിൽ മൈലാഞ്ചി തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈയിടെയാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ ഇന്നിത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്, എത്രത്തോളം വിജയിക്കും എന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇടുമ്പോൾ ആ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ചെറിയ പാത്രമാണെങ്കിൽ അളവ് കുറവ് മതിയാവും. വലിയ പാത്രമാകുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി വേണം. ഒരു ഇഞ്ച് കനത്തിലെങ്കിലും നമ്മൾ ഈ സാധനങ്ങൾ ഇടുമ്പോൾ വരണം. അപ്പോൾ ഞാൻ എന്തോരമാണ് ഇട്ടതെന്നുള്ളത് പറഞ്ഞുതരാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 5 ടേബിൾ സ്പൂൺ ശർക്കര, 4 ടേബിൾ സ്പൂൺ ചായപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ജീരകം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി എടുത്ത് നമുക്കൊരു ബൗളിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു പഴയ പാത്രമാണ്. നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കണം. അല്ലെങ്കിൽ പഴയ ടിന്നുണ്ടെങ്കിൽ ടിന്നായാലും മതി. ഇപ്പോൾ എനിക്കിവിടെ പഴയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറാണ് എടുക്കുന്നത്. അപ്പോൾ കുക്കർ അഴുക്കാകാതിരിക്കാനായിട്ട് ഞാനിത് അടിയിൽ ഫോയിൽ കൊണ്ട് നല്ലോണം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സെൻറ്ററിൽ ഒരു പാത്രം വെച്ച് കൊടുക്കണം. അപ്പോൾ ആ പാത്രത്തിൽ ഞാൻ ഫോയിൽ ചുറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കുറച്ച് പൊങ്ങിയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഹീറ്റ് അതിലേക്ക് അടിക്കരുത്. അപ്പോൾ ഇതിൽ വരുന്ന വെള്ളം വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിൽ മുട്ടി നിൽക്കാതെ ചെറുതായിട്ട് ഒരു ഇഞ്ച് കനത്തിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കണം, കുറച്ച് പൊങ്ങിയിരിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ സൈഡിൽ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ വയ്ക്കേണ്ട ബൗളും വെച്ച് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്യണം. നമുക്ക് മുകളിൽ ഒരു അടപ്പ് വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ്. അപ്പോൾ പ്ലേറ്റ് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ അതിൽ ഫോയിൽ ചുറ്റിയേക്കാണ്, നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒട്ടും സ്റ്റീം പുറത്തേക്ക് പോകരുത്. അങ്ങനെ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇത് നല്ലതുപോലെ അടച്ചു വെച്ചതിന് ശേഷം നമ്മളിനി ഈ മുകളിലെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഈ പ്ലേറ്റിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പ്ലേറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കാം. സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു മീഡിയത്തിനും ലോയിലും ഇടയിൽ വേണം നമ്മൾ ഫ്ലെയിം വയ്ക്കാനായിട്ട്. ഒരു 30-35 മിനിറ്റ് നേരം ഞാൻ വെച്ചു. അപ്പോഴാണ് അത് ശരിക്കും റെഡിയായിട്ട് കിട്ടിയത്. ഇത് റെഡിയാകുമ്പോൾ മുകളിൽ അടുപ്പ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ലതുപോലെ വെള്ളം ചൂടായിട്ടുണ്ടാവും. നല്ല ചൂടായിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം വേണം നമ്മളിത് മുകളിലത്തെ പാത്രം മാറ്റിയിട്ട് ഇതിനകത്തുനിന്ന് എടുക്കാനായിട്ട്. കൈ പൊള്ളാണ്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനത് അരിച്ചിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം അതിനകത്ത് ചെറുതായിട്ടിങ്ങനെ കരടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ ഒട്ടും പറ്റരുത്. ഈ ലിക്വിഡ് എവിടെയെങ്കിലും കുറച്ച് പറ്റിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ഓറഞ്ച് കളറായിട്ടിരിക്കും. എൻ്റെ കയ്യിലൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. അതാണ് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടത്. അതുപോലെ നെയിലിടുമ്പോൾ ശ്രദ്ധിക്കണം, നെയിലിൽ മാത്രമേ പറ്റാവുള്ളൂ. ആ രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ലിക്വിഡ് എടുത്തിട്ട് അതിലേക്ക് മൈദ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒത്തിരി ലൂസായിട്ട് മിക്സ് ചെയ്യരുത്. നമ്മുടെ കയ്യിലിടാൻ പാകത്തിന് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബാക്കി വരുന്ന ലിക്വിഡ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതിനാവശ്യം ഒരു നേരം ഇടാനുള്ളത് മാത്രം നമ്മൾ മിക്സ് ചെയ്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് കയ്യിലിടാനായിട്ട് ഇതുപോലെ ഒരു കോൺ തയ്യാറാക്കിയിട്ട് അതിനകത്ത് വേണമെങ്കിൽ ഇട്ടിട്ട് ഇടാം. അല്ലെങ്കിൽ നെയിൽ പോളിഷിൻ്റെ ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ട് വേണം ഇട്ട് കൊടുക്കേണ്ടത്. ബാക്കി വരുന്നത് ഇതുപോലെ നമുക്കൊരു ചെറിയ കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് കുറേ കാലം ഇരുന്നോളും. കണ്ടോ, ഇതാണ് ഞാൻ കയ്യിലിട്ടത്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങും കേട്ടോ. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ഇട്ടിട്ട് കിടക്കുക. പിന്നെ
നേരം വെളുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് കഴുകിക്കളഞ്ഞാൽ മതി. ഇത് കിടന്നെന്നോർത്ത് ഒരു കുഴപ്പമില്ല, ഇത് കയ്യിൽ നിന്ന് പോവുകയില്ല കേട്ടോ. സാധാരണ മൈലാഞ്ചി പോലെയല്ല, ഇത് പോകത്തില്ല. നമ്മൾ നല്ല ബലം കൊടുത്ത് തന്നെ ഇത് ഇങ്ങനെ ഇളക്കിയാലേ പോവുള്ളൂ. അതുകൊണ്ട് കിടക്കാൻ നേരത്ത് നമ്മളിത് കയ്യിലിടുക. ഇതൊരു 3 ദിവസം നമ്മൾ അടുപ്പിച്ചിടണം, എന്നാലാണ് ഇതിന് നല്ല കറുപ്പ് കളറ് കിട്ടുന്നത്. ഇതാണ് ആദ്യത്തെ ദിവസം ഞാൻ ഇട്ടതിന് ശേഷം കഴുകിക്കളഞ്ഞപ്പോൾ കിട്ടിയ കളറ്, ഒരു ഓറഞ്ച് കളർ. ഇത് രണ്ടാമത്തെ ദിവസം ഇട്ടതിന് ശേഷമുള്ള കളറാണ്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ 2 ദിവസം ഇട്ടുള്ളൂ, അപ്പോൾ തന്നെ അത്യാവശ്യം കളർ കിട്ടി. ഞാൻ ഈ മൈലാഞ്ചിയുടെ മുകളിൽ നെയിൽ പോളിഷിൻ്റെ ടോപ്പ് കോട്ട് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ഗ്ലോ കിട്ടും. ഞാൻ സാധാരണ നെയിൽ പോളിഷാണ് ഉപയോഗിക്കാറ്, ഇങ്ങനെ മൈലാഞ്ചി ഉപയോഗിക്കാറില്ല. അപ്പോൾ മൈലാഞ്ചി ഉപയോഗിക്കുന്നവർക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം എപ്പോഴും നമുക്ക് ഈ മൈലാഞ്ചി കിട്ടണമെന്നില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ നെയിലിന് മാത്രമല്ല, നമ്മുടെ കൈയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. പലരും ഇതുപോലെയുള്ള മൈലാഞ്ചിയാണ് ഉപയോഗിക്കാറ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.